സ്വന്തം വീട്ടിലേക്ക് പോകാൻ വഴിയില്ലാതെ ഒരു വയോധിക അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പരപ്പ് നിരപ്പിലാണ് ഈ ദയനീയ കാഴ്ച. പരപ്പ് കീപ്പുറത്ത് ത്രസിക്കുട്ടി ജോസഫാണ് യാത്രാ സൗകര്യമില്ലാതെ വലയുന്നത്. പരപ്പ് നിരപ്പിൽ വീടിനായി സ്ഥലം വിട്ടു നൽകിയത് അയ്യപ്പൻകോവിൽ പഞ്ചായത്താണ്. ഇവിടെ വീട് വെച്ച് താമസിക്കുന്നവർക്ക് നടപ്പാതയുണ്ടായിരുന്നു. എന്നാൽ മുൻ ഭരണസമിതികൾ നടപ്പാതയുടെ കുറെ ഭാഗം പടിക്കെട്ടുകൾ കെട്ടി ഉയർത്തി. ഇതോടെ പടിക്കെട്ടിൽ നിന്നും നടപ്പാതയിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടായി മാറി. മാത്രമല്ല മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഇതുവഴി ഒഴുകി നടപ്പാത ഒലിച്ചുപോയ അവസ്ഥയിലുമാണ്. ഈ ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന അവസാന വീട് ത്രേസ്യക്കുട്ടിയുടേതാണ്. തൊട്ടു മുകൾ ഭാഗത്തുള്ള കുടുംബത്തിന് വരെ പടിക്കെട്ടുകൾ കെട്ടി നൽകിയിട്ടുണ്ട്. പടിക്കെട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഒഴുകിയെത്തുന്നത് ഈ വയോധികയുടെ വീടിനുള്ളിലേക്കാണ്. ഇവരുടെ ബുദ്ധിമുട്ട് മുൻ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ യാതൊരു നടപടിയും അവർ സ്വീകരിച്ചില്ല. ഇവിടെ ഒരു വഴിയില്ല. മുകളിലത്തെ വീട് വരെ സ്റ്റെപ്പ് കെട്ടി അവിടെ കൊണ്ട് നിർത്തി. മഴ പെയ്താൽ വെള്ളം മുഴുവൻ എൻ്റെ മുറ്റത്തും തെണ്ണയിലോട്ട് വന്ന് വീഴുന്നത്. ഒരു അസുഖം വന്നാൽ പോലും എടുത്തുകൊണ്ട് പോകാൻ ഒരു നിവൃത്തിയില്ലാത്ത രീതിയിലാണ് വഴി ഇല്ലാതിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഇതിനൊരു നീക്കുപോക്ക് നടത്തിത്തരണം. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ വയോധികയ്ക്ക് എന്തെങ്കിലും രോഗം വന്നാൽ പോലും എടുത്തു കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെത്തിയ പ്രവർത്തകരോട് തന്റെ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. തന്റെ ബുദ്ധിമുട്ട് നിലവിലെ ഭരണസമിതി അനുഭാവപൂർവ്വം പരിഹരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിനാൽ അടിയന്തരമായി തനിക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്നാണ് ഈ വയോധിക ആവശ്യമുയർത്തുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.